നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജെസൽ ഒപ്റ്റിക്കൽസ്. ജെസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. മലയാറ്റൂർ കുരിശുമുടി തിരുനാൾ സമാപിച്ചതിനെ തുടർന്ന് വിലയിരുത്തൽ സമ്മേളനം സംഘടിപ്പിച്ചു. മലയാറ്റൂർ കുരിശുമുടി തിരുനാൾ ഭംഗിയായി സമാപിച്ചതിനെ തുടർന്ന് പള്ളി പാരിഷ് ഹാളിൽ വിലയിരുത്തൽ യോഗം ചേർന്നു. ബെന്നി ബെഹ്റാൻ MP ഉദ്ഘാടനം ചെയ്തു. കുരിശുമുടി വൈസ് റെക്ടറും വികാരിയുമായ ഫാദർ ജോസ് ഒലവക്കോട്ട് അധ്യക്ഷത വഹിച്ചു. മലയാറ്റൂരിന്റെ തീർത്ഥാടന കേന്ദ്രമാകുമ്പോൾ ആ തീർത്ഥാടന കേന്ദ്രവുമായി ബന്ധപ്പെട്ട ഈ പ്രദേശം മുഴുവനും ഭാവിയിൽ വികസനത്തിന്റെ പാതയിൽ ഇവരുടെയൊക്കെ നേതൃത്വവും പങ്കാളിത്തവും ഒക്കെ ഗുണകരമാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അഭ്യർത്ഥിക്കുകയും ചെയ്യാം. കഴിഞ്ഞ ഒരു വർഷത്തെ ഈ തീർത്ഥാടനത്തെ നമ്മൾ വിലയിരുത്തുമ്പോൾ വലിയ മേജർ ഇൻസിഡൻറ്റുകളൊന്നും ഇല്ലാതെ വളരെ ഭംഗിയായി ശാന്തമായി ആളുകൾക്ക് തീർത്ഥാടനം നടത്താൻ സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. നോമ്പുകാലം മുതൽ കുരിശുവര, ഓശാന ഞായർ, പെസഹ വ്യാഴം, ഈസ്റ്റർ പുതുഞായർ, എട്ടാമിടം, ബൈബിൾ കൺവെൻഷൻ തുടങ്ങി വിവിധ പരിപാടികളോടെയാണ് തിരുനാൾ നടന്നത്. വിദേശത്തും സ്വദേശത്തും നിന്ന് ഏകദേശം 1 കോടി തീർത്ഥാടകർ കാൽനടയായും വാഹനങ്ങളിലുമായി കുരിശുമല കയറി. പോലീസ്, ഫയർഫോഴ്സ്, ആരോഗ്യവകുപ്പ്, ജലസേചന വകുപ്പ്, വനം വകുപ്പ്, തദ്ദേശ സ്ഥാപനങ്ങൾ, MP, MLA, കളക്ടർ, വോളണ്ടിയർമാർ, കൈകാരന്മാർ, പാരിഷ് കൗൺസിൽ അംഗങ്ങൾ, ഇടവക ജനങ്ങൾ, വ്യാപാരികൾ എന്നിവർ ഏകോപിതമായി പ്രവർത്തിച്ചതിനാൽ യാതൊരു അനിഷ്ട സംഭവങ്ങളും ഇല്ലാതെ തിരുനാൾ വിജയകരമായി നടന്നുവെന്ന് ഫാദർ വ്യക്തമാക്കി. യോഗത്തിൽ MLA റോജി M. ജോൺ, മുൻ MLA മാരായ സാജു പോൾ, PJ ജോയി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചി ത്രേസ്യ തങ്കച്ചൻ, TM വർഗീസ്, ടിനു തറയിൽ, ജിൻഡെ ജോൺ എന്നിവരടക്കം ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. നമുക്ക് ഏറ്റവും സമാധാനപരമായി വളരെയേറെ സംതൃപ്തിയോടെ കൊല്ലത്തെ തീർത്ഥാടന പരിപാടികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞു. തുടർന്നും അത്തരത്തിലുള്ള അനുഗ്രഹീതമായ മുഹൂർത്തങ്ങൾ ലഭ്യമാകുമാറാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ മംഗളങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. തെരഞ്ഞെടുപ്പിൻ്റെ നല്ല മുഹൂർത്തത്തിലാണ് അല്ലെങ്കിൽ വരുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ശാന്തമായി എല്ലാവരും ഒന്ന് വിശ്രമിക്കുന്ന സമയത്താണ് ഇപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട 2 സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ ഇവരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകാൻ കാരണം അത് തന്നെയാണ്. അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഏതെങ്കിലും സമയത്തെ വന്നു. അപ്പോൾ ആദ്യം അച്ഛനോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നത് എല്ലാവരും ഒരിക്കൽ കൂടി ഇവിടെ ഒരു സമാധാനത്തിൻ്റെ അന്തരീക്ഷത്തിൽ നമുക്ക് കൂടെ ഉള്ളത്. നമുക്കറിയാം, അച്ഛനോട് സൂചിപ്പിച്ചതുപോലെ മലയാറ്റൂർ തീർത്ഥാടനം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു തീർത്ഥാടനമായി മാറിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കാലടി.